ഏതോ ഒരു പള്ളിയിൽ ഇരിക്കുമ്പോഴാ, പള്ളി ഓർമ്മയില്ലാഞ്ഞിട്ടല്ല, ചതിയാവും ധൈര്യമുള്ളത് കൊണ്ടാണ്. കല്യാണത്തിന് വന്ന് നിൽക്കുക 2 അവൾ 6 മാസം പ്രഗ്നന്റാ. 6 മാസം ഗതികെട്ട് ഒരു നിവൃത്തിയില്ലാണ്ട് കെട്ടിക്കണതാ. എന്നിട്ടും ഈ ചോദ്യം ചോദിച്ചപ്പോ അവളുടെ വായ തുറക്കണില്ല. ഒരൊറ്റ മിരട്ടങ്ങട് മിരട്ടി, വൃത്തിയായിട്ടവളെ, ഇനിയും നിനക്ക് തീരുമാനമായിട്ടില്ല അല്ലേ? അപ്പൊ പറഞ്ഞു സമ്മതാണെന്ന് പറഞ്ഞു. ഭയങ്കര ലജ്ജയാണ് ആ നേരത്ത്. ചിലര് വല്ലാണ്ട് ലജ്ജ കാണിക്കണ ഒരു സമയം അത്. ഓർക്കണം, നമുക്ക് തനിച്ച് പറ്റണ ഒരു കാര്യമല്ലത്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ചിലരൊക്കെ ചാടിക്കേറി ഓക്കെ എന്ന് പറയും. എന്ത് കണ്ടട്ട ഈ പറയണേന്നൊരു പിടിയില്ല. എന്നെ സ്പീഡിലെ ചില തട്ടാന്നറിയോ? സമ്മതിച്ചെന്ന്. നാളെ ഒരു സ്ഥലത്ത് ചെന്നപ്പോ, ഈ കല്യാണത്തിനിടയ്ക്ക് തമാശ ഉണ്ടാവില്ല, ചെറുക്കന് ഞാൻ എവിടെയും കണ്ട് ചിറ്റൂരുള്ളപ്പോൾ പറയാറുണ്ട്, ഇപ്പൊ പറഞ്ഞിട്ട് കുറെ നാളായി. ചെറുക്കന് ഭയങ്കര പൊക്ക, പെണ്ണിനൊട്ടും പൊക്കൂല. അവന്റെ തോളിന് താഴെയാണ് അവളുടെ പൊക്കം. അല്ല, അവൻ അവളുടെ തോളിന് താഴെയാണ്. അവൾക്ക് ഭയങ്കര ഹൈറ്റ്, ഒരു 6 അടി 1 ഇഞ്ച് പൊക്കമുള്ളൊരു പെണ്ണ്. എന്തൊരു പൊക്കൻ്റെ അപ്പ! അവനൊരു 4 അടി 2 ഇഞ്ചൊക്കെ ഉള്ളൂ. പാവം. ഇല്ല, അറബി ഒട്ടകത്തിനെയും കൊണ്ട് പോകണ പോലെ അവൻ കെട്ടാൻ തന്നെ വള്ളിയാവത്തി. അവളിങ്ങനെ സെർച്ച് ലൈറ്റ് പോലെ എല്ലാവരെയും നോക്കി പല്ലിളിച്ച് വരവ് കണ്ടപ്പോ ഞാൻ ഓർത്തു, ദൈവമേ, മെന്റലെങ്ങാനാണോ? എന്തൊരു വരവത്! എന്റെ ടെൻഷൻ അതൊന്നും അല്ലത്, എങ്ങനെ കെട്ടും എന്നുള്ളതാണ്. ഗോണിയൊന്നും ചാരാൻ പറ്റൂലല്ലോ, കഴുത്തിലിട്ട് പിടിക്കണ്ടേ. എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടണില്ല. എങ്ങനെ ഇത് കെട്ടി മുറുക്കും ആലോചിച്ച് ഞാൻ മന ഇത് എഡിറ്റ് ചെയ്തോളട്ടെ, ഇതൊക്കെ കളഞ്ഞോളൂ കേട്ടോ, ഇതൊക്കെ ആൾക്കാർ കണ്ട കൊല്ലും എന്നെ പിടിച്ചു. 2 കൂടി എൻ്റെ ഉമ്മറത്ത് വന്നു. അവനാണെങ്കിൽ ഭയങ്കര പ്രേമിച്ച് കല്യാണമാണ്, സ്നേഹ കല്യാണമാണ്. പറഞ്ഞ പോലെ ഞാൻ മനസ്സിലോർത്ത്, എൻ്റെ മോനെ ഇത് എവിടെ കണ്ടിട്ടാ നീ സ്നേഹിച്ചേ? ഇതെങ്ങനെ നീ ഇവളെ കൊണ്ടെടുക്കും? എനിക്ക് ആകെ ഒരു വിഷമം. അവനെ കണ്ടപ്പോൾ എനിക്ക് സഹതാപം ഒക്കെ ആയി. എന്തോ ആവട്ടെ, ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു, ആത്മാവെ ഒരു വെളിവ് തരണം, ഇത് എങ്ങനെയെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് എനിക്ക് പറഞ്ഞാൽ കെട്ടണമല്ലോ. ഒക്കത്തൊന്നും കയറിയിരിക്കാൻ പറ്റൂലല്ലോ, അത് കഴുത്തിന് പിടിക്കാൻ. ഇതിന് പറയണ് കല്യാണം കെട്ടേണ്ട സമയം, കെട്ടിൻ്റെ സമയമായി. ഞാനിങ്ങനെ താലി എടുത്ത് കൈ പിടിച്ചു. നമ്മൾ സൂക്ഷിക്കണം, ഇപ്പൊ കാലനില്ലാത്ത കാലമാണ്. പണ്ടൊരു പെണ്ണ് കോടതിയിൽ മൊഴി പറഞ്ഞതാണ്, എന്നെ കെട്ടിയത് ഇയാളൊന്നുമല്ല, അച്ഛനാന്ന്. കേട്ടല്ലേ? അച്ഛന്മാര് സൂക്ഷിക്കണം. ഒരുത്തി ഹൈക്കോടതിയിൽ പറഞ്ഞാണ്, എന്നെ കെട്ടിയത് ഇയാളൊന്നുമല്ല, പള്ളിയിൽ അച്ഛനാണ്. അച്ഛൻ മുമ്പിൽ നിന്ന് താലി എടുത്ത് എൻ്റെ പുറകിലേക്ക് വെക്കണത് ഞാൻ കണ്ടതാ. പുറകിൽ എന്താ നടന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നെ സംബന്ധിച്ചിടത്തോളം കെട്ടിയത് അച്ഛൻ, അച്ഛൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞവള്. അങ്ങനെയൊക്കെ പറഞ്ഞോളി. ഞാനപ്പോൾ ഈ കയ്യിൽ താലി എടുത്ത് കൈയും വരച്ചുകൊണ്ട് നിൽക്കാണ്. ഇത് എങ്ങനെ കൊടുക്കും, എങ്ങനെ കെട്ടും? എന്തായാലും ആ നേരത്ത് തമ്പുരാൻ ഒരു ബുദ്ധി വന്നു. ഞാൻ പറഞ്ഞടാ, എടി മുട്ടൂത്ത്. അതാ നേരത്ത് പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചത്, അടി മുട്ടൂത്ത്. ഈ കൊശവൻ എന്താ കേട്ടേന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ നോക്കുമ്പോ അവൻ അവളെ തൊട്ടുമുത്തണ്. അവനെങ്ങനെ തൊട്ടൊരു മുത്തലാണ്. എന്തൊരു ഭയഭക്തി ബഹുമാൻ! ഞാൻ മുട്ടുകുത്താനാ പറഞ്ഞേ, അവൻ തൊട്ടുമുത്തണം. അതിങ്ങനെ നിൽക്കണ. നിങ്ങൾക്ക് ചിരി, അന്ന് ചിരി അടക്കാൻ ഞാൻ പെട്ട പാട്. നമ്മുടെ മുമ്പിലല്ലേ നടക്കണേ. അങ്ങനെയുണ്ട്, തൊട്ടുമുത്തി ഇങ്ങനെ നിന്നു. ആദ്യം അവസാനമായിട്ട, പിറ്റേ ദിവസം മുതൽ ഡക്ക മദ്ദളം തബലൊക്കെ കൊട്ടും അവൻ. ഈ പറഞ്ഞ പോലെ കുച്ചിപ്പുടി മോഹിനിയാട്ടം ഒക്കെ കളിക്കും. അന്ന് എന്തായാലും ഭയഭക്തി ബഹുമാനത്തോടെ അവൻ തൊട്ടുമുത്തി.